കഴിഞ്ഞ എപ്പിസോഡിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് തുടങ്ങാം. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നത് നേരെ തിരുനെൽവേലിയിലേക്കാണ്. പൊള്ളാച്ചി ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ TVSന്റെ എക്സൽ എന്ന് പറയുന്ന വണ്ടിയാണ് സാധാരണക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. തമിഴ്നാടിന്റെ ഒരു ആസ്ഥാന വണ്ടിയാണ് എക്സൽ. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു വണ്ടി വളരെ കുറവാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള ഹൈവേയിലാണ്. ഇവിടെ നിന്നും 52 കിലോമീറ്റർ ആണ് തൂത്തുക്കുടിയിലേക്ക് കാണിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് ഞാൻ വണ്ടി ഓടിച്ച് തിരുനെൽവേലി വരെ എത്തി കേട്ടോ. സമയം ഇപ്പോൾ വൈകുന്നേരം 3 മണി ആയിട്ടുണ്ട്. തെങ്കാശി വിട്ടതിന് ശേഷം തിരുനെൽവേലിയിലെ ചൂട് കൊണ്ട് ഞാൻ ശരിക്കും കരിഞ്ഞു പോയി എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും ഞാൻ ടയർഡായി. ക്ഷീണം കൊണ്ട് കണ്ടുപിടിച്ചാണ് ഈ ഒരു മാരിയമ്മൻ കോവിൽ. അപ്പൊ തന്നെ നീ ഒരു താത്തയോട് ചോദിച്ചിട്ട് എൻ്റെ അടിച്ചോട്ടെ എന്ന്. ചിന്തിക്കാനുള്ള സമയം പോലും എടുക്കാതെ പുള്ളി സമ്മതിച്ചു. ഞാൻ അപ്പൊ തന്നെ വണ്ടി സൈഡാക്കി. ഇത്രയും സ്പീഡിൽ ഞാൻ വേറെ എങ്ങോട്ട് എൻ്റെ അടിച്ചിട്ടില്ല. കണ്ടാൽ ഒരു വീട് പോലെ തോന്നുമെങ്കിലും ഇതാണ് ആ മാരിയമ്മൻ കോവിൽ. കഴിഞ്ഞ 40 വർഷമായിട്ട് ഇദ്ദേഹമാണ് ഈ കോവിൽ നടത്തുന്നത്. ടെന്റ് അടിച്ച പാടെ ഞാൻ റെസ്റ്റ് ചെയ്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അന്ത അയ്യ വന്നൊരു കഥ തുടങ്ങി. மழை பெஞ்சாலா மழை பெய்தாலா தேனிக்காரங்க கொண்டு கட்லி இறக்கிருந்தானுவா எவ்வளவு தண்ணி இருக்கும் കുറെ നേരം ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാനും കട്ടൊക്കെ കൂടെ നിന്നു. ആളൊരു പാവമാണേ, കൗതുകം ലേശം കൂടുതലാണ്. ടെന്റിനകത്തൊക്കെ വന്ന് കയറി നോക്കി കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു നല്ല കമ്മിനിരിക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ ഭാഷയിൽ സൂപ്പറായിട്ടിരിക്കുന്നു. കഥയെല്ലാം പറഞ്ഞതിന് ശേഷം എന്നെ ചോറിനെ വിളിച്ചു കേട്ടോ. അതിപ്പോ ലാഭമല്ലോ. ചോറും സാമ്പാറും പുളിക്കറിയും തോരനും പിന്നെ നല്ല കിടിലനും പായസവും. അയ്യോ എന്തായിരുന്നു ടേസ്റ്റ്. പകല് മാത്രമേ ഉള്ളൂ ചൂട്, രാത്രി നല്ല തണുപ്പും കാറ്റും. നല്ല സുഖമായിട്ട് അവിടെ പടുത്ത് തൂങ്ങി. എന്നാ പിന്നെ അടുത്ത വീഡിയോ